എന്നെ കണ്ടതുകൊണ്ട് നിന്റെ മുഖത്തെ ചിരി മായണമെന്നില്ല അവന്തികെ. ഞാൻ വന്നതിന് ശേഷമുള്ള നിന്റെ ഈ ജീവിതത്തിൽ നീ ഹാപ്പി ആണെങ്കിൽ എനിക്കും അതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം ഇത്തരത്തിലുള്ളൊരു ജീവിതം ഞാൻ നിനക്ക് തന്നിട്ടും അതിലും സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനൊക്കെ അവന്തികയ്ക്ക് മാത്രമേ കഴിയൂ. അതെ, അവന്തികയ്ക്ക് മാത്രമേ കഴിയൂ. അങ്ങനെ അവന്തികയ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതില് ഞാൻ സന്തോഷം കണ്ടെത്താറുണ്ട്. നിങ്ങൾ എന്നെ താലി കെട്ടി ഇവിടേക്ക് കൊണ്ടുവന്നതിന് ശേഷം എന്റെ മുഖം എപ്പോഴെങ്കിലും തെളിഞ്ഞു കണ്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ ചിരിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ, അത് ഈ വീട്ടിലുള്ള ആർക്കെങ്കിലും ആപത്തുണ്ടാവുമ്പോ മാത്രമാ. എന്റെ ആനന്ദവും പരമാനന്ദവും ഒക്കെ ഇവിടുള്ള ആളുകളെ ദ്രോഹിക്കുമ്പോഴാണ് എനിക്ക് കിട്ടുന്നേ. നീ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം നീ ഇപ്പൊ സന്തോഷിക്കുന്നതിന് പിന്നിലും ഇവിടെ ആരും ദ്രോഹിച്ചു എന്നല്ലേ? ഇത് അഡ്വാൻസ് ആയിട്ടുള്ള സന്തോഷ. നടക്കാൻ പോകുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോഴുള്ള സന്തോഷം. ഇവിടെ എന്ത് നടക്കാൻ? അതും ഈ ഞാനിവിടെ ഉള്ളപ്പോ. നീ മനസ്സിൽ കാണുന്നത് ഒന്നും നടക്കാൻ പോകുന്നില്ല അവന്തികെ. വെറുതെ വിഡ്ഢി സ്വർഗം പടുത്തുയർത്താമെന്നല്ലാതെ നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്റെ ജീവിതാഭിലാഷം എന്താണെന്ന് ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ? ഈ വീട്ടിൽ എല്ലാവർക്കും ഒരുമിച്ചൊരു ചിത. നെല്ലിശ്ശേരി കുടുംബത്തിൽ അവശേഷിക്കുന്ന ഞാൻ അതിന് തീ കൊളുത്തും. ആ തീയില എന്റെ പ്രതികാരം അവസാനിക്കാൻ പോകുന്നേ. ഇതാണ് ഞാൻ പറഞ്ഞത്, നിന്നെ കൊണ്ട് അതിന് സാധിക്കില്ല എന്ന്. ഞാൻ ഇല്ലാതിരുന്നിട്ട് നിനക്കതിന് കഴിഞ്ഞിട്ടില്ല. പിന്നെയല്ലേ ഇപ്പോ മനസ്സിൽ ഇത്രയും പ്രതികാരം ബാക്കി വെച്ചാവും നിന്റെ മരണം. അതിന് കാരണക്കാരനാകുന്നത് ഈ ഞാനും. എനിക്കറിയാം, ഏത് നിമിഷം വേണേലും നിങ്ങൾക്ക് എന്നെ കൊല്ലാമെന്ന്. അങ്ങനെ നീ തീരുമാനം എടുക്കുന്നതിന് മുമ്പ്, ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം മുൻപ് വെട്ടിയരിയും ഞാൻ എല്ലാത്തിനെയും. ഇനി ഒരിക്കൽ കൂടി എന്റെ അച്ഛനെയും സഹോദരങ്ങളെയും ഇതുപോലെ പറഞ്ഞാൽ നിന്റെ ദുഷിച്ച നാവുണ്ടല്ലോ, അത് ഞാൻ പിഴുതെടുക്കും. എന്താ അവന്തികേ? ഇവിടെ എന്താ ഒരു ബഹളം കേട്ടത്? ഏയ് ഒന്നുമില്ല അച്ഛാ. അവന്തികയുടെ നെറ്റി എന്താ മുറിഞ്ഞിരിക്കുന്നത്? അത് ഇവള് ശ്രദ്ധിക്കാതെ നടന്നപ്പോ കാല് തട്ടി ഇവിടെ ഇടിച്ചതാ. സൂക്ഷിച്ച് നടക്കാൻ പറഞ്ഞ കേക്കില്ല. എനിക്ക് ഹോസ്പിറ്റലിൽ പോണോ മോളെ? ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല അച്ഛാ. ചെറുതായിട്ടൊന്നും മുറിഞ്ഞേ ഉള്ളൂ. ഇവക്കുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട്, ഞാൻ കൊടുത്തോളാം. ശ്രദ്ധിച്ച് നടക്കണ്ടേ മോളെ? എന്തെങ്കിലും പറ്റിയ എന്ത് ചെയ്യും? ഞാനും അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നിലും ഒരു ശ്രദ്ധയുമില്ല. മരുന്ന് എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം അവൾക്ക്. ആ അത് ഞാൻ ഏറ്റു. എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് അറിയണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ മാറ്റം വേണം. അല്ല, അത് കുറച്ചു നാളൂടെ കഴിഞ്ഞിട്ട് പോയാ പോരെ മോനെ? അത്യാവശ്യമായിട്ട് പോകേണ്ട കാര്യമുണ്ടോ? ബെസ്റ്റ്. ഇത് അവിടുത്തെ അച്ഛനെങ്ങാനും കേട്ടാലുണ്ടല്ലോ ഓടിക്കും ഞങ്ങളെ.
എപ്പോഴും അച്ഛൻ ഈ ആഗ്രഹം പറയുന്നു. അല്ല മോളെ, ഈ ചെക്കപ്പ് എന്നൊക്കെ പറയുമ്പോ അതില് ടെൻഷനൊന്നും ആവേണ്ട കാര്യമില്ല അച്ഛാ. സാധാരണ ചെയ്യാറുള്ളതാ ഇത്. എങ്കിൽ പിന്നെ നാളെ പോയാ പോരെ? ഇന്നൊരു ദിവസം ഇവിടെ നിൽക്കി. കൊറേ ദിവസം കൂടിയിരുന്ന് വന്നതല്ലേ അത്. നിൽക്കാനായിട്ട് മറ്റൊരു ദിവസം വരാമേ. സന്ധ്യ ഡോക്ടറോട് ചെല്ലാന്ന് പറഞ്ഞു പോയി. നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാവം ആകെ മാറിയല്ലോ. പേടിക്കണ്ടെന്നേ, ഒരു കുഴപ്പമില്ല. സച്ചേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ചെറിയൊരു ചെക്കപ്പാ ഇത്. ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാ ഉടനെ തന്നെ ഞാൻ നിങ്ങളെ വിളിക്കാം. എന്താ പോരെ? സമ്മതിക്കും രണ്ടുപേരും. ഇനി നിന്നാ താമസിക്കും അർച്ചന. എന്നാ വാ പോവാം. പോകുന്നതിനിടയില് നിങ്ങളൊന്ന് കാണാൻ വേണ്ടി മാത്രം ഇവിടെ കയറിയത്. നിങ്ങളുടെ നിപ്പ് കാണുമ്പോ തോന്നാ ഇങ്ങോട്ട് കയറണ്ടായിരുന്നു. ധൈര്യമായിട്ടിരിക്കണ്ട അമ്മേ, ഞാൻ വിളിക്കാം. എന്നാ നമുക്ക് ഇറങ്ങാം സച്ചേട്ടാ. ഇറങ്ങാം, ഞങ്ങൾ ഇറങ്ങട്ടെ അച്ഛാ. വാർച്ചന. ശരി.